നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പിലേക്ക് ഒരു പാർട്ണർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സമ്മാനമായിട്ട് വരുന്ന നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഗുഡ്വില്ല്. ഈ ഗുഡ്വില്ല് എന്തുകൊണ്ടായിരിക്കും ആ പാർട്ണർ കൊണ്ടുവരിക? ഇതിനെ ട്രീറ്റ്മെൻ്റ് ആട്ടോ നമ്മൾ പഠിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ഗുഡ്വില്ല് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പാർട്ണർ ഗുഡ്വില്ല് കൊണ്ടുവരുന്നത്? അതിന് കൃത്യമായ റീസൺ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പാർട്ണേഴ്സ് ഉണ്ട്. രാഹുലും റാം, അങ്ങനെ 2 പാർട്ണേഴ്സ് ഉണ്ട്. ഈ 2 പാർട്ണേഴ്സ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2 പാർട്ണേഴ്സിനും കൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60,000 ആണെന്ന് വിചാരിക്കുക. 2 ആളുടെയും കൂടെ പ്രോഫിറ്റ് എത്രയാണ്? 60,000 ആണ്. ഫേമിൻ്റെ പ്രോഫിറ്റ്, പാർട്ണേഴ്സിനെ കളക്റ്റീവ്ലി ഫേം എന്ന് വിളിക്കാം. അപ്പോൾ ഈ 2 ആൾ കൂടിയതാണ് ഫേം. അവർക്ക് ഒരുമിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് 60,000 ആണ്. ഈ 60,000 ഈക്വലായിട്ടാണ് വീതിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുലിന് 30,000 കിട്ടും അല്ലേ? നമ്മുടെ റാമിന് എത്ര കിട്ടും? 30,000 കിട്ടും. ഇതാണ് സിറ്റുവേഷൻ. എന്നാൽ ഇവിടേക്ക് ശ്യാം എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണർ കയറി വരികയാണെങ്കിൽ, ശ്യാം എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണർ ഇവരുടെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അയാൾക്കും കൂടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ വന്നതിന് ശേഷം കിട്ടിയ പ്രോഫിറ്റ് ഒരു 60,000 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഹുലിന് ഇത് 3 ആക്കി വീതിക്കുമ്പോൾ രാഹുലിന് 20,000 കിട്ടും, ശ്യാമിന് 20,000 കിട്ടും, റാമിനും 20,000 കിട്ടും. ഇവിടെ എന്താ സംഭവിച്ചത് ചോദിച്ചാൽ നമ്മുടെ റാമിൻ്റെ 20,000, രാഹുലിൻ്റെ 20,000, ശ്യാമിൻ്റെ 20,000. ശ്യാം പുതിയ പാർട്ണറാണ്, പുതിയ പാർട്ണർക്ക് 20,000 കിട്ടും. എന്നാൽ രാഹുലും റാമും പഴയ പാർട്ണറാണ്, അവർക്കും 20,000 വെച്ച് കിട്ടും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് അനുസരിച്ച് രാഹുലിനും റാമിനും ഒറ്റയ്ക്ക് നിന്ന സമയത്ത് 30,000 കിട്ടിയിരുന്നു അല്ലേ? അപ്പോൾ രാഹുലിൻ്റെ നിന്ന് ഒരു 10,000, റാമിൻ്റെ നിന്ന് ഒരു 10,000 കുറഞ്ഞു. അങ്ങനെ 20,000 രൂപ ആർക്ക് കിട്ടി? ശ്യാമിന് കിട്ടി. അപ്പോൾ ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ പഴയ പാർട്ണേഴ്സിന് കുറയൂലേ ഷെയർ, പ്രോഫിറ്റ് ഷെയർ കുറയും. അതിന് വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ്. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ കണ്ടുപിടിക്കണം, സാക്രിഫൈസ് റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സാക്രിഫൈസ് റേഷ്യോയിലാണ് ഇവർ കൊണ്ടുവരുന്ന ഗുഡ്വില്ല് വീതിക്കേണ്ടത്. ആരെ ഗുഡ്വില്ല് കൊണ്ടുവരാം? വരുന്ന ആളാരാ? ശ്യാമിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വില്ല് കൊണ്ടുവരണം. അത് സാക്രിഫൈസ് റേഷ്യോയിൽ രാഹുലിനും റാമിനും ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ പലവിധ ട്രീറ്റ്മെൻറ്റാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഗുഡ്വില്ല് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇൻകമിങ് പാർട്ണർ, ഇങ്ങോട്ട് വരുന്ന പാർട്ണർ, നമുക്ക് അയാളൊരു പേര് വിളിക്കാം, ശ്യാം. നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ആരാണ് ഇൻകമിങ് പാർട്ണർ? ശ്യാമാണ് ഇൻകമിങ് പാർട്ണർ, പുതിയ ആൾ. ഹൂ അക്വയേഴ്സ്, അതായത് ശ്യാമിന് കിട്ടും ഹിസ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. കാരണം അയാളും ഇനിയൊരു പുതിയ പാർട്ണറായി മാറുമ്പോൾ അയാൾക്കും ഫേമിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ കൊടുക്കേണ്ടി വരും അല്ലേ? അത് ആരിൽ നിന്നാണ് ഷെയർ പോവുക? ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. ആരാണ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്? നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് രാഹുൽ ഒരു എക്സിസ്റ്റിംഗ് പാർട്ണറാണ്, അതേപോലെ റാമും ഒരു എക്സിസ്റ്റിംഗ് പാർട്ണറാണ്. രാഹുലും റാമും ഒറ്റയ്ക്ക് നിന്ന സമയത്ത്, 2 ആളും കൂടെ ഉള്ളായിരുന്ന സമയത്ത് രാഹുലിന് 30,000 കിട്ടി, റാമിന് 30,000 കിട്ടി. ശ്യാമും കൂടെ വന്ന സമയത്ത് രാഹുലിനും റാമിനും 20,000 വെച്ച് മാറി, കുറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൽ നിന്ന് ആർക്ക് കിട്ടുകയാണ് അവരുടെ ഷെയർ? ഇൻകമിങ് പാർട്ണറായിട്ടുള്ള ശ്യാമിന് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സാണ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ശ്യാമിന് എന്തോ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലേ?
ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നില്ലേ, ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ഷെയർ കിട്ടുന്നില്ലേ, അതുകൊണ്ട് അയാൾ അഡീഷണലായിട്ട് കുറച്ച് എമൗണ്ടുമായിട്ട് വേണം ഈ ഫേമിലേക്ക് വരാൻ. കാരണം അയാൾക്ക് ഫേമിൻ്റെ പ്രോഫിറ്റിൽ ഇനി പങ്കുണ്ട്. അപ്പോൾ അയാൾ എന്തെങ്കിലും സമ്മാനമായിട്ട് വരണം. അതെന്തിനു വേണ്ടിയിട്ട് ആ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കൊണ്ടുവരുന്നത്? ടു കോമ്പൻസേറ്റ്. അതൊരു നഷ്ടപരിഹാരമാണ്. ആർക്കാണ് ഈ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? നമ്മുടെ രാഹുലിനും റാമിനും, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? കാരണം അവർക്ക് നഷ്ടമുണ്ട്. കാരണം 30,000 കിട്ടിയവർക്ക് 20,000 കിട്ടുമ്പോൾ നഷ്ടം തന്നെയല്ലേ. ദയർ ഷെയർ ഇൻ പ്രോഫിറ്റിൽ 30,000 കിട്ടുന്ന ആൾക്ക് 20,000 കിട്ടുമ്പോൾ ഒരാൾക്ക് 10,000 വെച്ച് നഷ്ടമുണ്ട്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അഡീഷണലായിട്ടൊരു എമൗണ്ടുമായിട്ട് വരണം. ആ എമൗണ്ടിൻ്റെ പേരാണ് ഗുഡ്വിൽ. അതിൻ്റെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, പ്രീമിയം എന്നും വിളിക്കാം. ക്ലിയർ? പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വില്ല് ഇത് കൊണ്ടുവരണം പുതിയ പാർട്ണർ വരുമ്പോൾ. ഇനി വരുന്ന സമയത്ത് ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ നമുക്ക് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് 2 രീതിയിലുണ്ട്. നമുക്കൊന്നെങ്കിൽ പ്രീമിയം മെത്തേഡ് ഉപയോഗിക്കാം. എന്താണ് പ്രീമിയം മെത്തേഡ് എന്ന് ആദ്യം പഠിക്കാം, അല്ലെങ്കിൽ റീവാല്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ 2 മെത്തേഡിലാണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രീമിയം മെത്തേഡാണ്. പ്രീമിയം മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ശ്യാം ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് പൈസയുടെ രൂപത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രീമിയം മെത്തേഡാണ്. എന്നാൽ പുതിയ പാർട്ണർ ക്യാഷ് ആയിട്ട് ഗുഡ്വില്ല് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? റീവാല്യൂഷൻ മെത്തേഡാണ്. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രീമിയം മെത്തേഡാണ്. എന്താണ് പ്രീമിയം മെത്തേഡ്? എപ്പോഴാണ് പ്രീമിയം മെത്തേഡ് ഫോളോ ചെയ്യുക? എന്താണ് പ്രീമിയം മെത്തേഡ്? എപ്പോഴാണ് പ്രീമിയം മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പുതിയ പാർട്ണർ അയാളുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കൊണ്ടുവരണം അല്ലേ, അഡീഷണൽ എമൗണ്ട് ആയിട്ട് കൊണ്ടുവരണം. അത് ക്യാഷ് ആയിട്ട് അയാൾ കൊണ്ടുവരികയാണ്, ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ക്യാഷ് ആയിട്ട് പുതിയ പാർട്ണർ അയാളുടെ ഷെയർ കൊണ്ടുവരികയാണെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം മെത്തേഡ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ കൊണ്ടുവരുന്ന പ്രീമിയല്ലേ, ആ കൊണ്ടുവരുന്ന ഗുഡ്വില്ലില്ലേ, അത് ആർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്യാം കൊണ്ടുവരുന്ന പ്രീമിയം, ശ്യാം കൊണ്ടുവരുന്ന ഗുഡ്വില്ല് ശ്യാമിനുള്ളതല്ല. ശ്യാം കൊണ്ടുവരുന്ന ഗുഡ്വില്ല് ആർക്കുള്ളതാണ് മക്കളെ? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റാമിനും രാഹുലിനുള്ളതാണ്. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്നത്. അതായത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് ബ്രോട്ട് ഇൻ ബൈ ന്യൂ പാർട്ണർ, പുതിയ പാർട്ണർ, അതായത് ശ്യാം കൊണ്ടുവരുന്ന ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ഷെയർഡ് ബൈ, ആര് ഷെയർ ചെയ്തെടുക്കും? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്, അതായത് റാമും രാഹുലും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസ് റേഷ്യോയിൽ. അവർക്ക് എന്തോ ഒരു സാക്രിഫൈസ് ഉണ്ടല്ലോ അല്ലേ, ആ റേഷ്യോ കണ്ടുപിടിക്കാനൊക്കെ നമുക്കറിയാം. ആ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വേറൊരു കേസ്, ഈ കൊണ്ടുവരുന്ന ക്യാഷ് പഴയ പാർട്ണേഴ്സിന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അതായത് ഫേമിൻ്റെ ബുക്സിലൊന്നും ട്രീറ്റ് ചെയ്യേണ്ട, ഫേമുമായിട്ടുള്ളൊരു ഇടപാട് അതിൽ വരുത്തണ്ട, പേഴ്സണലി ഡയറക്റ്റായിട്ട് പ്രൈവറ്റായിട്ട് പേഴ്സണലി പാർട്ണേഴ്സ് തമ്മിൽ തീരുമാനിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് ജേണൽ എൻട്രി ഒന്നും എഴുതാൻ നിൽക്കണ്ട. ഫോർ എക്സാമ്പിൾ ശ്യാം കൊണ്ടുവരുന്ന ഗുഡ്വില്ല് റാമിനും രാഹുലിനും ഫേമിൻ്റെ ബുക്കിൽ ട്രീറ്റ് ചെയ്യാതെ പ്രൈവറ്റായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഫേമിൻ്റെ ബുക്കിലെ ട്രീറ്റ്മെൻ്റ് ഒന്നും വരാത്തതുകൊണ്ട് ജേണൽ എൻട്രി എഴുതണ്ട. ക്ലിയർ? അതായത് പഴയ പാർട്ണേഴ്സിന് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ പുതിയ പാർട്ണർ പ്രൈവറ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അവിടെ പിന്നെ ജേണൽ എൻട്രി എഴുതണ്ട, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണ്ട. എന്നാൽ ഫേം ത്രൂ ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യണം? റെക്കോർഡിങ് നടക്കണം അല്ലേ, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, ജേണൽ എൻട്രി എഴുതണം. അപ്പോൾ നമ്മൾ ഫേം ത്രൂ കൊണ്ടുവരുന്ന കേസാണ് നമുക്കെപ്പോഴും പഠിക്കാനുണ്ടാവുക, എൻട്രി എഴുതുന്ന കേസ്. അപ്പോൾ എന്താണ് ഗുഡ്വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി? അത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക മക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ലെവലിൽ വേണം ചിന്തിക്കാൻ. ഈ ക്യാഷ് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാഷ് ബിസിനസ്സിൽ കൂടും അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റാണ്. ഇതൊന്നും നമുക്ക് അറിയാമല്ലോ അല്ലേ, ഇതൊന്നും മറന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ക്യാഷ് കൂടുകയാണ്. അപ്പോൾ ക്യാഷ് കൂടുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, അസറ്റ് കൂടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്.
എത്രയാണോ കൊണ്ടുവന്ന ക്യാഷ് അത് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇത് എന്തായിട്ടാണ് കൊണ്ടുവന്നത്? ഗുഡ് വില്ലായിട്ടല്ലേ. സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ, ഇതാണ് ജേണൽ എൻട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിന് നരേഷൻ കൊടുക്കുകയാണ്. എമൗണ്ട് ബ്രോട്ട്, എമൗണ്ട് കൊണ്ടുവന്നു. ആര് കൊണ്ടുവരും? പുതിയ പാർട്ണർ. പുതിയ പാർട്ണർ അല്ലേ ഗുഡ് വില്ല് കൊണ്ടുവരിക? പ്രീമിയം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം എന്ന് എഴുതാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വില്ല് എന്നും എഴുതാം. ക്ലിയർ? നെക്സ്റ്റ്, ഇനി ഈ ഗുഡ് വില്ല് കൊണ്ടുവന്ന ആ ഗുഡ് വില്ല് ഫേമിൽ നിന്ന് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഗുഡ് വില്ല് നമ്മൾ വീതിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ കൊണ്ടുവന്ന ഗുഡ് വില്ല് എന്ത് ചെയ്യാൻ പോവാണ്? വീതിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ക്രെഡിറ്റ് ചെയ്ത ഗുഡ് വില്ലിന് എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? എന്തെങ്കിലും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് എന്താവും? ഡെബിറ്റ് ആവും. ഇത് ആർക്കാ വീതിച്ചു കൊടുക്കുക? ന്യൂ പാർട്ണർക്ക് കിട്ടുമോ അതിലെ പങ്ക്? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. ആരൊക്കെയാണ് വീതിച്ചു കൊടുക്കുക? ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. ആരൊക്കെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാം ആയിരിക്കാം, രാഹുൽ ആയിരിക്കാം. അപ്പോൾ അവരാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയത്? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ന്യൂ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് കിട്ടുകയല്ലേ? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ കൂടുമല്ലേ? കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ നരേഷൻ നോക്കി നിങ്ങൾ. ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ടഡ്, ഗുഡ് വില്ല് വീതിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ ഗുഡ് വില്ല് ക്രെഡിറ്റ് ചെയ്ത ഗുഡ് വില്ലിന് ഡെബിറ്റ് ചെയ്തു. എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് റാമിനും രാഹുലിനും നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. ക്ലിയർ? ഇതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. ഇനി മറ്റൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രീമിയം മെത്തേഡിനെ കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീമിയം മെത്തേഡിൽ ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന കേസ് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഞാൻ അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ തരും. ആദ്യം ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ഗുഡ് വില്ല് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ അർത്ഥം ഗുഡ് വില്ല് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ് വില്ല് എന്ന് പറയുന്നൊരു അസറ്റ് അല്ലെങ്കിൽ ഗുഡ് വില്ല് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗുഡ് വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കൂടും മക്കളെ? ക്യാഷ് കൂടൂലേ? അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത്? ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വില്ല് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ഗുഡ് വില്ല് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഏത് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആദ്യം ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം ക്രെഡിറ്റ് ചെയ്യേണ്ടത് ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതായത് നമ്മുടെ ന്യൂ പാർട്ണർ ആരാണ്? ശ്യാമാണ്. ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഗുഡ് വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യാം. ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യാം ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ. ഇനി നരേഷനൊക്കെ നമ്മൾ അതേപോലെ തന്നെ എഴുതിയാൽ മതി. എന്ത് നരേഷൻ? എമൗണ്ട് ബ്രോട്ട് ബൈ ന്യൂ പാർട്ണർ ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില്ല്. ക്ലിയർ? യെസ്. അതായത് അയാളുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ അയാൾ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ ഗുഡ് വില്ല് ക്രെഡിറ്റ് ചെയ്തു. ഗുഡ് വില്ല് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പുതിയ പാർട്ണർ ആരാണോ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇത് ഇയാളുടെ ക്യാപിറ്റൽ കൂട്ടിക്കാണിച്ചേക്കല്ലേ മക്കളെ? ഈ ഗുഡ് വില്ല് ശരിക്കും ഇയാളുടെ ക്യാപിറ്റലിൽ കൂടാൻ പാടുണ്ടോ? ഈ ഗുഡ് വില്ല് ശരിക്കും ഇയാളുടെ ക്യാപിറ്റലിൽ കൂടാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ക്രെഡിറ്റ് ചെയ്ത ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്ത് വെട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. അക്കൗണ്ട്സിൻ്റെ റൂൾ അറിയാലോ, ഒരു ക്രെഡിറ്റിനെ വെട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു ഗുഡ് വില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുക, അതിനെ ഒഴിവാക്കി. എന്നിട്ട് ഇത് ആരെ അക്കൗണ്ട് കിട്ടുകൊടുക്കണം? ഇത് ആരെ അക്കൗണ്ട് കിട്ടുകൊടുക്കണം? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് വില്ല് അക്കൗണ്ടിന് പകരം എന്ത് എഴുതിയാൽ മതി എന്ന് മാത്രം. ബാക്കിയൊക്കെ സെയിം ആണ്. ഗുഡ് വില്ലിൻ്റെ ഭാഗത്ത് എന്ത് എഴുതി കൊടുത്താൽ മതി? ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? ഗുഡ് വില്ല് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു കേസ്. രണ്ട് രീതിയിലും ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇനി ചില സിറ്റുവേഷനിൽ പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത
ഗുഡ്വില്ല്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എക്സാമ്പിൾ അനുസരിച്ച് പറയാം. നമ്മുടെ റാമും രാഹുലും അല്ലേ, ഈ റാമും രാഹുലിൻ്റെയും രണ്ട് സിറ്റുവേഷൻ നോക്കിയപ്പോഴും എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിടക്കല്ലേ. നോക്കാം. ഇഫ് ദ പാർട്ണേഴ്സ്, അതായത് റാമും രാഹുലും, ചിന്തിച്ചാൽ മതി നിങ്ങൾ. ഇഫ് ദ പാർട്ണേഴ്സ്, അതായത് നമ്മുടെ റാമും രാഹുലും, ഡിസൈഡ് ദാറ്റ്, അവർ തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിക്കുന്നത് അറിയോ? ദ എമൗണ്ട് ഓഫ് പ്രീമിയം, അവർക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വില്ല് ക്രെഡിറ്റഡ് ടു ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് റാമിൻ്റെയും രാഹുലുമുള്ള എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിടക്കുന്ന ഗുഡ്വില്ലില്ലേ, ആ ഗുഡ്വില്ല് അവർ ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ ഗുഡ്വില്ല് അവർ റൈറ്റ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുഡ്വില്ല് അവിടെ കിടന്നോട്ടെ, ഗുഡ്വില്ല് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ കിടന്നോട്ടെ, അത് ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുകയാണ്, അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ പഠിച്ച ആ ഏരിയ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പ്രോബ്ലം വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവിടെ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അഡീഷണലായിട്ട് ഒരു ജേണൽ എൻട്രിയുടെ ആവശ്യമൊന്നുമില്ല, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ ഈ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വിൽ, ഇഫ് ഹവർ ദേ ഡിസൈഡ് ടു വിഡ്രോ ദെയർ എമൗണ്ട്, അത് അവർക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യണം. ആ പൈസ അവർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, സോ ഗുഡ്വിൽ അവിടെ കിടന്നോട്ടെ, നോ പ്രോബ്ലം. അതാണ്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ എൻട്രി ഒന്നുമില്ല. എന്നാൽ അവർക്ക് ആ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പകുതിയായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ജേണൽ എൻട്രി കൂടെ പഠിക്കാണ്ട്, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ എൻട്രി? ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ രണ്ട് രീതിയിൽ പഠിച്ചിട്ടോ. ഗുഡ്വിൽ ഉണ്ടാക്കിയാണ്ടും പഠിച്ചു, ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാതെയും പഠിച്ചു. നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസ് എന്താ? ഗുഡ്വിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാണ്ടല്ലേ. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? എങ്ങനെ പഠിച്ചത് മക്കളെ? ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് കൂടും അല്ലേ. ക്യാഷ് കൂടുമ്പോൾ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ആവും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഗുഡ്വിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ആവും? ഗുഡ്വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ഇങ്ങനെയാണ് വരിക. ക്ലിയർ? എന്നാൽ ഈ ഗുഡ്വില്ല് നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്യും അല്ലേ. ആ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ല് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യും. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ്. പകരം ഇത് ആർക്ക് കൊടുക്കും? നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കും. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ഇത്രയും നമ്മൾ സെറ്റാണല്ലോ. എന്നാൽ ഈ ഗുഡ്വില്ല് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അഡീഷണൽ എൻട്രി ഒന്നും പാസ് ചെയ്യണ്ട. എന്നാൽ ഈ ഗുഡ്വില്ല് അവർക്ക് പിൻവലിക്കണം എന്ന് വിചാരിക്കുക, ക്യാഷ് ആയിട്ട് പിൻവലിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്രെഡിറ്റ് ചെയ്ത എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം അത് അവിടെ നിന്ന് ഒഴിവാക്കണമല്ലോ, ക്യാഷ് ആയിട്ട് പിൻവലിക്കുകയാണല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ ലോജിക്ക് എന്താണ്? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ ആ പൈസ അവർക്ക് കൊടുക്കാണ്ടെന്നാ. എന്നാൽ ആ പൈസ ക്യാഷ് ആയിട്ട് പിൻവലിക്കുമ്പോൾ നമുക്ക് അതിന് ഒഴിവാക്കിക്കൂടെ? ആ ക്യാപിറ്റൽ അക്കൗണ്ട് നിന്ന് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പകരം നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പിൻവലിക്കുമ്പോൾ എന്ത് പോകും മക്കളെ? ക്യാഷ് പോകും. ക്യാഷ് പോകുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ്, ക്യാഷ് വരുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ്. കണ്ടോ? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്താണ് നരേഷൻ? ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ, ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് വിഡ്രോൺ ബൈ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എന്ത് ചെയ്തു? ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ക്യാഷ് ആയിട്ട് പിൻവലിച്ചു. ഇനി ഈ ഗുഡ്വില്ല് അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരുന്നു എൻട്രി നമ്മൾ പഠിച്ചു? അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ട് ക്വസ്റ്റ്യൻ ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. എന്തായിരുന്നു ഗുഡ്വിൽ അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ എൻട്രി? ക്യാഷ് വരും അല്ലേ. പുതിയ പാർട്ണർ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് കൂടും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആവും. പകരം ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഏതാ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ആരാണ് കൊണ്ടുവന്ന ആൾ? പുതിയ പാർട്ണറല്ലേ, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതായിരുന്നു ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ എൻട്രി, രണ്ടാമത്തെ കേസ്. എന്നാൽ ഈ ഗുഡ്വില്ല് നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ ഈ ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് നിന്ന് വെട്ടണ്ടേ അല്ലേ? ക്രെഡിറ്റ് നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് നിന്ന് പോകില്ലേ. ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത് വീതിച്ചു കൊടുക്കുമ്പോൾ പകരം ആരെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം? ഈ പൈസ ആരെ അക്കൗണ്ട് ഇട്ട് കൊടുക്കണം? ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ച കേസ്. ഇനി ക്യാഷ് ആയിട്ട് പിൻവലിക്കും എന്ന എൻട്രി, ക്യാഷ് ആയിട്ട് പിൻവലിക്കുമ്പോൾ ഒന്നുമില്ല, നമ്മൾ പഠിച്ച അതേ എൻട്രി. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ പൈസ കൂട്ടി കാണിച്ചില്ലേ. അപ്പോൾ ഈ പൈസ അവർ പിൻവലിക്കുമ്പോൾ ആ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, അത് വെട്ടണം. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്
ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. പകരം നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോവും? ക്യാഷ് പോവും. അത് സെയിം എൻട്രിയാണ്. അപ്പോൾ ഒറ്റ മാറ്റം പഠിച്ചാൽ അതേ ഗുഡ് വില്ല് ഉണ്ടാക്കുകയാണെങ്കിൽ ഗുഡ് വില്ല് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതാണ് ഇത്തരം ആ ചേഞ്ചസ് മാത്രം പഠിച്ചാൽ ആ ലോജിക്ക് നമുക്ക് കിട്ടും, അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് വരും. ഇനി 2 ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്യാം ആൻഡ് വിഷ്ണു 2 ആളുണ്ട് അല്ലേ. ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം. അവരൊരു ഫേമിൻ്റെ പാർട്ണേഴ്സാണ്. ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ 5:3 രാഹുൽ ഈസ് അഡ്മിറ്റഡ്. പുതിയ പാർട്ണറായിട്ട് രാഹുലാണ് വരുന്നത്. ഇൻ ദ ഫേമിൽ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ 1/5 ഭാഗം നമ്മൾ രാഹുലിന് കൊടുക്കണം. ഓക്കെ, ആയിക്കോട്ടെ. ഹീ ഈസ് ടു ബ്രിങ്, അതായത് രാഹുൽ വരുമ്പോൾ കൊണ്ടുവരും 20,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞ്. ആ 20,000 രൂപ രാഹുലിന് തന്നെ ഉള്ളതാണ്. ആൻഡ് ₹4,000 4,000 രൂപ അയാൾ ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരും. ജേണൽ എൻട്രീസ് എഴുതണം. ഓക്കെ, ആയിക്കോട്ടെ. ഫസ്റ്റ് കേസ് എന്താ നോക്കാം. കേസ് എ, വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ, കൊണ്ടുവരുന്ന ഗുഡ് വില്ല് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്സിൽ കീപ്പ് ചെയ്യണം. അവർ വിഡ്രോ ചെയ്യുന്നില്ല. ആ ഫുൾ എമൗണ്ട് അവരെന്ത് ചെയ്യാണ്? ബിസിനസ്സിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? നമുക്ക് 2 കേസ് ഉണ്ട് അല്ലേ. ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കേസുണ്ട്, ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെയും നമുക്ക് ചെയ്യാം. ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എൻട്രി എഴുതാം, ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെ എൻട്രി എഴുതാം. 2 കേസാണെങ്കിലും 2 എൻട്രി ആകണ്ടാവാം. എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് കേസ് എ എന്താണ്? ഒന്നാമത്തെ കേസ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മളോട്? വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അതായത് അവരത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നില്ല, ബിസിനസ്സിൽ കീപ്പ് ചെയ്യാണ്. 2 കേസിലും 2 എൻട്രി ഉണ്ടാവുക. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ നോക്കാം. ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് എന്ത് മെത്തേഡാണ്? പ്രീമിയം മെത്തേഡാണ്. ക്ലിയർ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ എങ്ങനെ, ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത കേസാണെങ്കിൽ എങ്ങനെ. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എങ്ങനെ എൻട്രി എഴുതുക? ഫസ്റ്റ് എൻട്രി ഇങ്ങനെയാണ് വരിക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ. ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഹി ഈസ് ടു ബ്രിങ് 20,000 രൂപ അയാൾ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരണം, 4,000 രൂപ അയാൾ ഗുഡ് വില്ലിൻ്റെ ഷെയർ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ശരിക്കും ഇയാൾ എത്ര കൊണ്ടുവരണം? 24,000 രൂപ ക്യാഷ് കൊണ്ടുവരുന്നുണ്ട്. സോ ഞാനിവിടെ എഴുതുകയാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 24,000. ഇത്രയും ക്യാഷ് കൂടി. എന്നാൽ ഇത് മൊത്തം ഗുഡ് വില്ലാണോ? അല്ല. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എഴുതും? ടു ഗുഡ് വിൽ അക്കൗണ്ടിൽ എത്ര വരും? 4,000. ബാക്കിയുള്ള എമൗണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നതാണ്. ആരാണ് ആള്? രാഹുൽ അല്ല. അപ്പോൾ രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നരേഷൻ എങ്ങനെ കൊടുക്കാം? ബീയിങ് ക്യാപിറ്റൽ ആൻഡ്
ഷെയർ ഓഫ് ഗുഡ് വിൽ brought in, being capital and share of goodwill brought in. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി ഈ ഗുഡ്വില്ല്, ഈ ക്യാപിറ്റൽ അവിടെ കടന്നോട്ടെ, ഈ ഗുഡ്വില്ല് നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാനുണ്ട്. സോ ഞാനത് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഈ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഈ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വിൽ, ഇത് ക്രെഡിറ്റ് ആണല്ലോ, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ഞാൻ ഡെബിറ്റ് ചെയ്യാൻ പോവാണ്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര എമൗണ്ട്? 4000. ഇത് 2 പാർട്ട്നേഴ്സിനുള്ളതാണ്. ആരാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ശ്യാമും വിഷ്ണുവാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ ശ്യാമിനും വിഷ്ണുവിനുള്ളതാണ് ഈ എമൗണ്ട്. സോ ഞാനത് ഡിവൈഡ് ചെയ്യാണ്. 2 ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ വിഷ്ണുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ അത് ഡിവൈഡ് ചെയ്യേണ്ട കേസ് ഈക്വൽ ആയിട്ടല്ല, 2000 വെച്ച് വീതിക്കാൻ പറ്റില്ല. നമ്മളതൊരു സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. സോ ഞാൻ ആദ്യം അത് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ക്വസ്റ്റ്യനിൽ സാക്രിഫൈസ് റേഷ്യോ കാണാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ അതിൻ്റെ സാക്രിഫൈസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ഇവിടെ എഴുതി വയ്ക്കുകയാണ്, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ശ്യാമും വിഷ്ണു അല്ലേ? ബിറ്റ്വീൻ ശ്യാം ആൻഡ് വിഷ്ണു. ഓക്കെ, ഇവർ രണ്ടാളും തമ്മിലുള്ള സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. എന്താണ് സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ? ഓൾഡ് റേഷ്യോ ഒന്ന് ന്യൂ റേഷ്യോ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്ന് എന്ത് കുറച്ചാൽ മതി? ന്യൂ റേഷ്യോ കുറച്ചാൽ മതി. അപ്പോൾ ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ ശ്യാം ആൻഡ് വിഷ്ണു, ശ്യാമും വിഷ്ണു തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്രയാണ് ഓൾഡ് റേഷ്യോ? 5:3 ആണ് അല്ലേ? 5:3 ആണ് ഓൾഡ് റേഷ്യോ. അത് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഞാനിതിവിടെ എഴുതി വെച്ചു 5:3. പക്ഷെ ന്യൂ റേഷ്യോ ഇല്ല. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കിവിടെ ഒരു കാര്യം അറിയാം, രാഹുലിൻ്റെ ന്യൂ ഷെയർ അറിയാം. രാഹുലിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? രാഹുലിൻ്റെ പുതിയ ഷെയർ എത്രയാണ്? 1/5 ആണ്. നോക്കിയാൽ നിങ്ങൾ, 1/5 ആണ് രാഹുലിനുള്ളത്. സോ അത് നമുക്കറിയാം. സോ ഞാനിവിടെ എഴുതാണ് 1/5. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ന്യൂ റേഷ്യോ കാണാം അല്ലേ? അപ്പോൾ ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് റിമൈനിങ് ഷെയർ ആണ്. റിമൈനിങ് ഷെയർ എത്രയാണ്? 4/5 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ രാഹുലും ന്യൂ ഷെയർ എഴുതി, ബാക്കി റിമൈനിങ് ഷെയർ എഴുതി. അപ്പോൾ ശ്യാമിൻ്റെ ന്യൂ ഷെയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശ്യാമിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? ശ്യാമിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/3 അല്ലേ? 5:3 അല്ലേ? അപ്പോൾ 5/8 വരും. ഇൻറ്റു 4/5 ചെയ്താൽ മതി. നമ്മൾ മുമ്പ് പഠിച്ചതാണ് കാൽക്കുലേഷനൊക്കെ. 5/8 ഇൻറ്റു 4/5 എങ്ങനെ ചെയ്യാം? 5/8 ഇൻറ്റു 4/5 5 ഇൻറ്റു 4 20, 8 5 40 ഇങ്ങനെ ചെയ്യാം. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വിഷ്ണുവിൻ്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. വിഷ്ണുസ് ന്യൂ ഷെയർ. വിഷ്ണുവിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? വിഷ്ണുവിൻ്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കുമ്പോൾ 3/8 ഇൻറ്റു 4/5 ആണ്. 3 4 12 8 5 40 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ രാഹുലിൻ്റെ ന്യൂ ഷെയർ നമുക്ക് എങ്ങനെ എഴുതാം? രാഹുൽസ് ന്യൂ ഷെയർ. രാഹുലിൻ്റെ ന്യൂ ഷെയർ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 അല്ലേ? അപ്പോൾ 1/5 ഓർ എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ 8 ഗുണിച്ചാൽ 40 ആവും, മേലെ 8 ആക്കുക.
40 ഇങ്ങനെ എഴുതാം. അപ്പോൾ ന്യൂ റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 20:12:8 എന്ന് എഴുതാം. ഇതിനെ ഷോർട്ടാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഷോർട്ടാക്കാം? 5:3:2 എന്ന് എഴുതാം. ഇതാണ് ഇവരുടെ ഏത് റേഷ്യോ? ന്യൂ റേഷ്യോ. ഇനി എങ്ങനെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഓൾഡ് റേഷ്യോന്ന് ന്യൂ റേഷ്യോ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യുക ചോദിച്ചാൽ, രണ്ടാൾക്കാണ് സാക്രിഫൈസ് ഉണ്ടാവുക. ഒരാളാരാണ്? ശ്യാമാണ്. ശ്യാമിൻ്റെ സാക്രിഫൈസ് എങ്ങനെ കണ്ടുപിടിക്കുക? ശ്യാമിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/8. ശ്യാമിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 5/10. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 5നെ 10 കൊണ്ട് ഗുണിക്കുക, അതേപോലെ 8നെ 5 കൊണ്ട് ഗുണിക്കുക. 5 10 50 മൈനസ് 5 8 40 ഡിവൈഡഡ് ബൈ 8 10 80 ചെയ്ത് കഴിഞ്ഞാൽ 10/80 എന്ന് കിട്ടും. അതേപോലെ നമ്മൾ ആരെ സാക്രിഫൈസ് കണ്ടുപിടിക്കണം? വിഷ്ണുവിൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കണം. വിഷ്ണുവിൻ്റെ സാക്രിഫൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെങ്ങനെ ആൻസർ കിട്ടുക? വിഷ്ണുവിൻ്റെ സാക്രിഫൈസ് 3/8 മൈനസ് എത്ര വരും? 3/10 അല്ലേ? 3 10 30 3 8 24 8 10 80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/80 എന്ന് കിട്ടും. അതായത് 10:6 ആണ്. ഇതിനെ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5:3 എന്ന് എഴുതാം. ഇത് തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ ഇൻ ദിസ് കേസ്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോയിൽ വേണം നമ്മൾ വീതിക്കാൻ. എത്രയാണ് സാക്രിഫൈസ് റേഷ്യോ? എത്രയാണ്? 5:3 അല്ലേ? ശ്യാമിന് 5ഉം വിഷ്ണുവിന് 3ഉം. അപ്പോൾ നമ്മളെങ്ങനെ വീതിക്കുക? 4000 × 5/8. ഇവിടെ എങ്ങനെ വരും? 4000 × 3/8. എങ്ങനെ ചെയ്യുക? 4000 × 5/8 ചെയ്ത് കഴിഞ്ഞാൽ 2500 നമുക്ക് ആർക്ക് കിട്ടും? ശ്യാമിന് കിട്ടും. അതേപോലെ വിഷ്ണുവിൻ്റെ കേസിൽ വരുമ്പോൾ എത്ര കിട്ടും? 4000 × 3/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1500 നമുക്ക് കിട്ടും. ക്ലിയർ? യെസ്. ഇനി നമ്മളിവിടെ നരേഷൻ എഴുതാണ്. ബീയിങ് രാഹുൽസ് ഷെയർ ഓഫ് ഗുഡ്വിൽ distributed among old partners in their sacrificing ratio. ക്ലിയർ? ഇതാണ് നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് കൊണ്ടുവരുന്ന കേസിൽ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഗുഡ്വിൽ അക്കൗണ്ട് കൊണ്ടുവരാതെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യാൻ നോക്കാം. ഗുഡ്വിൽ അക്കൗണ്ട് കൊണ്ടുവരാതെ, ഓൾട്ടർനേറ്റീവ് കേസാണ് കേട്ടോ. ഗുഡ്വിൽ അക്കൗണ്ട് കൊണ്ടുവരാതെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് ക്രെഡിറ്റ്. ജേണലിൻ്റെ ഫോർമാറ്റ് വരച്ചു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ശ്രദ്ധിക്കാം എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് ക്യാഷ് ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരണം അല്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ മൊത്തം എത്ര ക്യാഷ് കൊണ്ടിരുന്നു? ഇവിടെ മൊത്തം കൊണ്ടുവരുന്ന ക്യാഷ് നമുക്കറിയാം, നേരത്തെ പഠിച്ച കേസ് നോക്കിയാൽ തന്നെ മതി. ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അയാൾ 20,000 രൂപ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ രാഹുൽ. അതേപോലെ 4,000 രൂപ ഗുഡ്വില്ലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എത്ര രൂപ കൊണ്ടുവരുന്നുണ്ട്? 24,000 കൊണ്ടുവരുന്നുണ്ട്. ഇത് ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത കേസാണ് കേട്ടോ. സോ ഇത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ മാറ്റുക. ഇവിടെ ഗുഡ്വില്ല് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നില്ല. രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ ട്രീറ്റ് ചെയ്യാം. 24,000 ഗുഡ്വിൽ അക്കൗണ്ട് ചെയ്യാതെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. നരേഷൻ എഴുതാം. ബീയിങ് amount of capital and his share of goodwill
ബ്രോട്ട് ഇൻ. ഗുഡ്വിൽ അക്കൗണ്ട് ഉണ്ടാക്കാതെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 24,000 അല്ലേ ക്രെഡിറ്റ് ചെയ്തത്. അത് 20,000 വരെ ഓക്കെയാണ്, കാരണം അയാളുടെ ക്യാപിറ്റലാണ് 20,000. പക്ഷെ 4,000 രൂപ അവിടെ നിന്ന് വെട്ടണം, അത് ഗുഡ്വില്ലാണ്. സോ നമ്മൾ രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ? 4,000. ഇത് ആ ഗുഡ്വില്ല് നമ്മൾ വെട്ടി ഒഴിവാക്കിയ സ്ഥാനത്ത് രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലായതുകൊണ്ട് അത് വെട്ടുക. ടു നമ്മൾ ആരെ ക്യാപിറ്റൽ അക്കൗണ്ട് കിട്ടുകൊടുക്കുക? ആരാണ്? നമ്മുടെ ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സാക്രിഫൈസ് റേഷ്യോ അറിയാമല്ലോ, 4,000 ഇൻറ്റു നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് 5/8. എത്ര ഉണ്ടാവും? 4,000 ഇൻറ്റു 5/8 ചെയ്ത് കഴിഞ്ഞാൽ 2,500 കിട്ടും. അതേപോലെ ടു വിഷ്ണുസ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിഷ്ണുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര ഇടുക? 4,000 ഇൻറ്റു 3/8 ഇടുക. എത്ര ഉണ്ടാവും? 1,500 ഉണ്ടാവും. നരേഷൻ നമ്മൾ നേരത്തെ എഴുതിയാൽ നരേഷൻ എഴുതിയാൽ മതി. നരേഷൻ എന്താണ്? സെയിം നരേഷൻ എഴുതി കൊടുക്കുക. ഇത് തന്നെയാണ്, അത് സെയിം സാധനം തന്നെയാണ്, ചെറിയൊരു മാറ്റം വന്നു മാത്രമേ ഉള്ളൂ. ബീയിങ് രാഹുൽ ഷെയർ ഓഫ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ. ആ ഒരു നരേഷൻ എഴുതി കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് കേസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കേസ് 2 ആണ്. കേസ് 2 രണ്ടാമത്തെ കേസ്. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ, ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ഫുള്ളി വിഡ്രോ ചെയ്യാണ്. അതായത് ഒരു എൻട്രിയും കൂടെ എക്സ്ട്രാ വരും, വേറെ ഒന്നുമില്ല പഠിക്കാൻ. ഇപ്പോൾ പഠിച്ച സെയിം കേസാണ്, ആ സെയിം കേസിൽ ഒരു എൻട്രിയും കൂടെ എക്സ്ട്രാ പഠിക്കണം, അത്രേ ഉള്ളൂ. ആ എൻട്രി മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഇതേ സാധനം പഠിക്കുക. ഇതിൽ ഒരു എൻട്രിയും കൂടെ എക്സ്ട്രാ വരും. ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് എന്താണ് എൻട്രി എന്നുള്ളത്. ഞാൻ സാക്രിഫൈസ് റേഷ്യോയുടെ കാൽക്കുലേഷൻ ഒന്ന് വായിച്ച് കളയാണ്, കാരണം നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഞാനത് വായിച്ച് കളയാണ്. ഇവിടെ ഫസ്റ്റ് കേസ് തന്നെ എടുക്കാം, സെയിം ആണ്. ആദ്യത്തെ കേസൊക്കെ സെയിം ആണ്, സെയിം എൻട്രി. എന്നാൽ ഈ ഒരു എക്സ്ട്രാ എൻട്രിയും കൂടെ വരും. അവർ ഗുഡ്വില്ല് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു എൻട്രിയും കൂടെ വരും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല. സെയിം ഫസ്റ്റ് കേസ് ആട്ടോ, ഗുഡ്വില്ല് അക്കൗണ്ട് കൊണ്ടുവന്ന കേസാണ്. എന്താണ് എൻട്രി? ഗുഡ്വില്ല് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? ഇത്രയേ ഉള്ളൂ. ഈ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടില്ലേ, നമ്മുടെ ആരൊക്കെയാണ്? ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വിഷ്ണുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് അല്ലേ കിടക്കണത്. അത് അവിടെ നിന്ന് വേണ്ട, അത് അവർ വിഡ്രോ ചെയ്യാണ്. സോ ആ ക്രെഡിറ്റ് കിടക്കണം, അവർക്ക് കൂട്ടി വെച്ച എമൗണ്ട് കുറച്ച് ഒഴിവാക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപ? 2,500. ക്ലിയർ? അതേപോലെ വിഷ്ണുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് നിന്ന് ഒഴിവാക്കിയാണ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വിഷ്ണുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എത്ര രൂപ? 1,500. പകരം നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോവും? ക്യാഷ് പോവും. ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ക്രെഡിറ്റ് ആവും. എത്ര രൂപ ക്യാഷ് പോയി? 4,000. കാരണം അത് പിൻവലിച്ചു. നരേഷൻ എഴുതുക. ബീയിങ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ ബൈ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എന്ത് ചെയ്തു? അവരുടെ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് പിൻവലിച്ചു. ഇനിയിപ്പോൾ ഈ കേസിലും സെയിം എൻട്രിയാണ്. അതായത് ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഈ 2 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സെയിം ജേണൽ എൻട്രി ഇവിടെ എഴുതി കൊടുത്താൽ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ച് ചെയ്യാവുന്ന കേസ് ഉണ്ടല്ലോ, ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്, സെയിം എൻട്രി എഴുതി വെച്ചാൽ മതി, എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. അങ്ങനെ അതും കൂടെ എഴുതി വെച്ചാൽ ഈ 2 കേസിലും എക്സ്ട്രാ ഈ ഒരു എൻട്രി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ കേസും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ കേസ് എന്താണെന്നറിയോ? 50% ഗുഡ്വില്ല് പിൻവലിക്കുന്നുള്ളൂ. ഒരു മാറ്റില്ല മക്കളെ. 50% എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ എൻട്രിയുടെ സ്ഥാനത്ത് എൻട്രി സെയിം ആയിരിക്കും, എമൗണ്ട് മാത്രമേ മാറുള്ളൂ. എൻട്രി സെയിം ആയിരിക്കും. ആ എൻട്രി നമുക്ക് അത് തന്നെ വെച്ചാൽ മതി. എമൗണ്ടിൽ മാറ്റം വരും. എന്താ എമൗണ്ടിൽ വരുന്ന മാറ്റം? വളരെ സിമ്പിളാണ്. ഈ ക്യാഷായിട്ട് ഇവർ പിൻവലിക്കുമ്പോൾ എത്ര രൂപ ക്യാഷ് പോവുള്ളൂ? 2,000. കാരണം 4,000 രൂപ ഗുഡ്വില്ലുണ്ടല്ലോ, അതിൽ 2,000 പോവുള്ളൂ. അതിൽ ആ എമൗണ്ട് മാറ്റി കൊടുത്താൽ മതി. 50% ആണ് അതിൻ്റെ പകുതി. എത്ര പെർസെൻറ്റേജ് പറയുന്നത് അതേപോലെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 2,000 നമ്മൾ സാക്രിഫൈസ് റേഷ്യോയിൽ അവർ പിൻവലിക്കുകയാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 2,000 ഇൻറ്റു 5/8 1250. ഇതിങ്ങനൊന്നും ചെയ്യേണ്ട, ഇതിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതി. ഈ 2,500 പകുതി എത്ര? 1,250. ഈ 1,500 പകുതി എത്ര ഉണ്ടാവും? 750 അല്ലേ? അറിയുന്നതാണ്. ഇത് രണ്ടും ചെയ്ത് വെച്ചാൽ മതി, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എത്ര പെർസെൻറ്റേജാണ് പറയുന്നത് ചെയ്താൽ മതി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ രീതി. ഇതിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.